എന്താ ചായ കുടിക്കാത്തത്? അമ്മ എന്നോട് ചോദിക്കാതെ അവൾ എന്തിനാ പറഞ്ഞു വിട്ടത്? അവള് നിന്റെ ആരാടാ? എടാ ആരാന്ന്? സ്വന്തം മകന്റെ ജീവിതം തകർന്ന് നോക്കിക്കൊണ്ട് നിൽക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ല. നിന്റെ അച്ഛൻ മരിച്ചു, ഈ അമ്മയെ കൂടെ കൊന്നിട്ട് നീ നിന്റെ തോന്നിയാസം പോലെ ജീവിച്ചോ? ദൈവമേ, എന്തൊരു അനുഭവമായത്! ഇതാര്? ജീവനോ? വരൂ. ഇരിക്കൂ. ഞാൻ പലതവണ ഫോൺ ചെയ്തിട്ടും ജീവൻ വന്നില്ല. എപ്പോഴെങ്കിലും ഇങ്ങോട്ടത് വരാൻ തോന്നിയല്ലോ. എനിക്ക് ശിബാനിയെ കാണണമെന്ന് പെട്ടെന്നൊരു തോന്നൽ, അതുകൊണ്ടിങ്ങ് പോന്നു. എന്താ കുടിക്കാൻ വേണ്ടത്? അല്പം ഹോട്ട് എന്തെങ്കിലും എടുക്കട്ടെ? അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്ന ബ്രാൻഡുകളൊക്കെ ഉണ്ട്. ശിബാനി തരുന്നത് ഞാൻ സ്വീകരിക്കും. Cheers. Cheers. ശിവാനിയുടെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ ആരോടും പറയാറുമില്ല. എന്തിനതൊക്കെ പറയണം? ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അപ്പോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളായി കണക്കാക്കട്ടെ? വിരോധമില്ല. സ്ത്രീ പുരുഷന്റെ അടിമയല്ല. സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം സ്ത്രീക്കുണ്ട്. ജീവൻ ഇന്ന് ഇവിടുന്ന് പോകണ്ട. ഒരു ദിവസം ഇവിടെ കഴിയാം. എനിക്ക് സമ്മതം. ഇതൊക്കെയാണ് സ്വാമിജി ആ അമ്മയുടെ തോരാത്ത കണ്ണുനീരിന്റെ കാരണം. ഇങ്ങനെ ഒരു അവസ്ഥ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അവന്റെ ഇതുവരെയുള്ള ജീവിതം വെച്ചുകൊണ്ട് അത് തീരെ പ്രതീക്ഷിച്ചതുമല്ല. അവൻ ഈശ്വരനോട് കൂടുതൽ അടുക്കേണ്ടിയിരിക്കുന്നു. മകന് വേണ്ടി ജീവിക്കുന്ന അമ്മയ്ക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല. മക്കളെ കൊണ്ട് ചിലർക്ക് ദുഃഖവും ചിലർക്ക് സുഖവും ഉണ്ടാകാറുണ്ട്. ഈ സുഖദുഃഖങ്ങൾക്ക് പിന്നീട് മാറ്റവും ഉണ്ടാകാറുണ്ട്. ഭാരതിയമ്മയ്ക്ക് നന്മകൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. അവളെ പോലൊരു ചെറുപ്പക്കാരിയെ വീട്ടിൽ ജോലിക്ക് നിർത്തിയ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ അന്നേ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ആന്റി അന്ന് അത് ഗൗരവമായിട്ട് എടുത്തില്ല.
ശരിയാ ദാസേ, എനിക്ക് തെറ്റുപറ്റി. വന്നതൊക്കെ വന്നു, നമുക്കെല്ലാം പരിഹരിച്ചെടുക്കണം. അതെങ്ങനെ പരിഹരിക്കും? ജീവന് നമുക്ക് എത്രയും വേഗം ഒരു കല്യാണം ആലോചിക്കണം. ആ, ഞാനും അത് ആലോചിച്ചു. ദാസ് തന്നെ അതിന് മുൻകൈ എടുക്കണം. അതിന് വേണ്ടതൊക്കെ നമുക്ക് ഉടനെ ആലോചിക്കണം. നല്ലൊരു പെൺകുട്ടിയെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. കല്യാണക്കാര്യം പറയുമ്പോ അവൻ എന്ത് പറയുമെന്ന് എനിക്കൊരു രൂപമില്ല. ദാസ് അവനോട് സംസാരിക്കേ. ഏതായാലും ആന്റി, ഞാനൊന്ന് സംസാരിക്കട്ടെ. ജീവ, ചില സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഞാനും അറിഞ്ഞു. ചെറുപ്പക്കാർക്ക് ഇത്തരം ചില വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അമ്മ ഏറെ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാലോ. ഞാൻ പറയുന്നത് ജീവൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ അമ്മ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. എന്താ? ജീവന് ഒരു കല്യാണാലോചന. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് കണ്ടുപിടിച്ച് ജീവൻ എത്രയും വേഗം കല്യാണം കഴിക്കണമെന്നാ അമ്മയുടെ ആഗ്രഹം. ദാസേട്ടൻ കല്യാണം കഴിച്ചോ? അതെ. എത്ര കുട്ടികളുണ്ട്? 2. ഇതൊക്കെ ജീവൻ അറിയാവുന്നതല്ലേ? അറിയാം. ദാസേട്ടൻ ഒരു കല്യാണം കൂടി കഴിക്ക്. എനിക്ക് തൽക്കാലം കല്യാണം വേണ്ട.